കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദന്റെ നാളത്തെ പ്രമോ വിശേഷത്തിലേക്ക് പോയാലോ. നാളത്തെ പ്രമോ വിശേഷത്തിൽ നമ്മൾ കാണുന്ന ഗീതുവിനെ തകർക്കാനായിട്ട് കിഷോർ പോകുന്നുണ്ട്. അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ വിജയലക്ഷ്മിക്കുണ്ടായ ആ വലിയ അപകടത്തെക്കുറിച്ച്, ആ വലിയ അസുഖത്തെക്കുറിച്ചൊക്കെ ഗോവിന്ദ് തിരിച്ചറിവാണ്. അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ഇന്ന് തന്നെ നമ്മൾ കണ്ടു, ഗീത വീട്ടിൽ നിന്ന് ഇറങ്ങി പോയ സമയം തന്നെ വരുൺ കിഷോറിനെ വിളിക്കുകയാണ്. കിഷോറിനെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ അവൾ ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ കിഷോർ പറഞ്ഞു, ഞാൻ അവൾക്ക് വേണ്ടി ഇവിടെ വെയിറ്റിങ്ങിലാണ്. അവൾ ഈ ഇതിലൂടെ കടന്നു പോകുന്ന നിമിഷം അവളെ ഞാൻ ഫോളോ ചെയ്യും. പിന്നത്തെ കാര്യം എനിക്ക് വിട്ടേക്കാൻ പറയാം. വരുൺ പറഞ്ഞു, ഒരു കാരണവശാലും നമ്മുടെ കയ്യിൽ നീ ചാൻസ് മിസ്സാവില്ല, അറിയാലോ. ഒന്നോട് പേടിക്കേണ്ട വരുൺ സാറേ, എന്റെ കയ്യിലെല്ലാം ഭദ്രമാണ്. എനിക്ക് അവളോട് ഈ ഒരു പ്രതികാരം മാത്രമല്ല ഉള്ളത്. ഇതിനു മുമ്പ് ബാംഗ്ലൂർ വെച്ച് അന്ന് അവൾ എന്നെ ഒന്ന് തറ പറ്റിച്ചാണ്. അന്ന് എനിക്കൊരു പ്രതികാരം ഉണ്ടായിരുന്നു, അന്നത് എനിക്ക് തീർക്കാൻ പറ്റിയില്ല. ഇന്നത്തോടു കൂടി അവളുടെ കാര്യത്തിലൊരു തീരുമാനമാവെന്ന് പറയാണ്. അവളെ ഞാൻ സ്വന്തമാക്കും. പിന്നെ ഈ കിഷോർ പറയുന്ന ഗീതു അനുസരിക്കോളെന്ന് പറയണം. വരും പറഞ്ഞു, അറിയാലോ അവളുടെ സ്വഭാവം എന്താന്ന്. അവൾ വഴുതിപ്പാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ഒരു കാരണവശാലും മിസ്സാക്കരുത്. പിന്നെ സുവർണ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് എല്ലാത്തിനും സുവർണ അവിടെ ഉണ്ട്. സുവർണ കൃത്യസമയത്ത് തന്നെ എത്തും. അത് മാത്രമല്ല, കാര്യങ്ങളെല്ലാം ശുഭമാകുന്ന സമയത്ത് ഞാനും അമ്മയും കൂടെ അങ്ങോട്ട് എത്തിക്കോളാന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും ഓർത്തിനിയിപ്പം നീ പേടിക്കേണ്ട കിഷോർ എന്നൊക്കെ കിഷോറിന് ധൈര്യം കൊടുക്കുക. ഇത് കേട്ടപ്പോൾ കിഷോർ പറഞ്ഞു, എനിക്ക് പേടിയോ? എനിക്കൊരു പേടിയില്ല വരുൺ സാറേ. ഞാൻ ഈ ഒരു അവസരത്തിന് വേണ്ടി എത്ര നാളായെന്നറിയ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. ഇനിയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കിഷോർ കളി തുടങ്ങുന്നത്. ഈ കിഷോർ ആരാന്ന് ശരിക്കും ഗീതാഞ്ജലി അറിയാൻ പോകുന്നുള്ളെന്ന് പറഞ്ഞിട്ട്, ശരി സാർ എന്നാൽ ഞാൻ ഫോൺ വെച്ചേക്കുമെന്ന് ഫോൺ വെക്കുവാണ്. അങ്ങനെ ഗീതുവിന് വേണ്ടി കിഷോർ അവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു. ഈ സമയത്ത് നേരെ ഗോവിന്ദ് ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്, സിറ്റി ഹോസ്പിറ്റലിലേക്ക്. അവിടെ ചെന്ന് റിസപ്ഷനിൽ ചെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഐസിയുലാന്ന് പറയുവാണ് വിജയലക്ഷ്മി. അതറിഞ്ഞ് ഇപ്പം വല്ലാത്തൊരു ടെൻഷനായിപ്പോയി. എന്ത് പറ്റി അമ്മയ്ക്ക് അങ്ങനെയൊന്നും അറിയില്ല. പിന്നീട് മുരളീകൃഷ്ണൻ ഡോക്ടറെ കാണാനായിട്ട് ചെല്ലുവാണ്. അപ്പോൾ ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടർ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറയുവാണ്. വിജയലക്ഷ്മിക്ക് എന്താ പറ്റിയെന്നൊക്കെ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടർ എന്ത് പറ്റി, അമ്മയ്ക്ക് എന്താ പറ്റിയത്, ഇവിടെ അഡ്മിറ്റ് ആയെന്നൊക്കെ പറയുന്നത് കേട്ടു, അതാ ഞാൻ ഇങ്ങോട്ട് വന്നേന്ന് പറയണം. അല്ല ഗോവിന്ദ് പറയുന്നോണ്ടെന്ന് തോന്നരുത്, അമ്മയുടെ തലയിൽ ഒരു ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ ഗ്രോത്ത് എടുത്തൊന്ന് അയച്ചു കൊടുക്കണം, ഒന്ന് കൾച്ചർ ചെയ്യാനായിട്ട് അയക്കണം. എങ്കിൽ മാത്രം നമുക്ക് എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ചികിത്സ തുടങ്ങാൻ പറ്റുള്ളൂ. എന്താണെന്ന് ഉറപ്പിക്കാൻ പറ്റില്ല, ഗ്രോത്ത് അല്ലേ. അപ്പൊ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടിയാൽ മാത്രം അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇപ്പം ചെറുതായ രീതിയിലൊക്കെ ചികിത്സിക്കാൻ പറ്റുള്ളൂ. ഫുള്ള് അതിനെക്കുറിച്ചുള്ള റിസൾട്ട് കിട്ടിയാൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയാം. ഇത് കേട്ടാൽ ഗോവിന്ദിൽ ഒരു ഞെട്ടലുണ്ടായി. എൻ്റെ ഭഗവാനെ, ഓർത്തിട്ട് ഒരു സമാധാനമില്ല. പേടിക്കാനൊന്നുമില്ല. നമുക്ക് ആ ഗ്രോത്ത് എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ വേണമെങ്കിൽ അത് നമുക്ക് സർജറി ചെയ്ത് കളയാവുന്നുള്ളൂ. അതിനെക്കുറിച്ചൊന്നും അറിയിടാണ്ട് ആവശ്യമില്ല എന്ന് പറയണേ. ഇപ്പം ആൾ ഓക്കെ ആയിട്ട് വരുന്നുണ്ട്. പക്ഷേ ഇവിടെ വന്ന് കൊണ്ടുവന്നപ്പോൾ കണ്ടീഷൻ ഇച്ചിരി മോശമായിരുന്നു, ഇച്ചിരി ക്രിട്ടിക്കൽ സ്റ്റേജ് ആയിരുന്നു പറയണം. ഇത് കേട്ടപ്പോൾ ഗോവിന്ദ് ചോദിച്ചു, അല്ല കുഴപ്പമുണ്ടോ ഡോക്ടറെ? അതിപ്പോൾ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചികിത്സ തുടങ്ങണമെങ്കിൽ ഇതിന് ശേഷം എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ, അതിൻ്റെ റിസൾട്ടൊക്കെ വന്നതിന് ശേഷം. ഇപ്പൊ കുഴപ്പമില്ല, ഇപ്പൊ ആള് മയക്കത്തിൽ കിടക്കുന്നുണ്ട്, സെഡേഷനിലാണ്, ആ മരുന്നിന്റെ ഇത് കിടക്കുമെന്ന് പറയാണ്. ഗോവിന്ദ് പിന്നീട് ഐസുവിന്റെ പുറത്ത് പോയി നിൽക്കുവാണ്. പുറത്ത് പോയി നിന്നിട്ട് അമ്മേനെ കാണുവാണ്. അപ്പൊ ഗോവിന്ദിന്റെ ഉള്ളിൽ കൂടെ പല ചിന്തകളും കടന്നു പോവാ. അവസാനം തന്നെ കണ്ടു കഴിഞ്ഞപ്പോഴും ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നുള്ളൂ, തന്നെ ഒന്ന് താനൊന്ന് അമ്മയെന്ന് വിളിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അന്നും താൻ വിളിച്ചിരുന്നില്ല. അമ്മയോടുള്ള ദേഷ്യമായിരുന്നു തനിക്ക് അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആണ്ടെ ഇപ്പോഴും ഈ അവസ്ഥയിലാണ് തനിക്ക് കാണേണ്ട വന്നിരിക്കുന്നത്. അതേക്കുറിച്ച് ഓർത്തപ്പോൾ ഗോവിന്ദൻ സഹിക്കുന്നുണ്ടായിരുന്നില്ല. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ. ഇതിനു മുമ്പ് രഞ്ജുവിന്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് അമ്മേനെ കാണാനായിട്ട് ചെന്നതൊക്കെ. അന്നും പക്ഷെ അമ്മ തന്നോട് അപേക്ഷിച്ചാണ് താനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ. അന്നും രാധികാമ്മയുടെ ഒപ്പം നിന്നിട്ട് താൻ അമ്മേനെ കുറ്റപ്പെടുത്തുക ചെയ്തേ. ഇപ്പോഴാണ്ട് ആ രാധികാമ്മ തന്നെ വരുണിനോടൊപ്പം ചേർന്ന് തന്നെ ചതിക്കാൻ ശ്രമിക്കുക. ഇപ്പോഴാണ് ശരിക്കും ഗോവിന്ദ് അമ്മയുടെ വില എന്താന്ന് തിരിച്ചറിയുന്നത്. ഇത്രയും കാലം താന് അമ്മയാണ് തന്നെ ചതിച്ചുകൊണ്ടിരിക്കുമെന്ന് ഓർത്തെ. പക്ഷെ അതൊന്നുമില്ല, താൻ ഇത്രയും കാലം വിശ്വസിച്ച് തൻ്റെ കൂടെ നിർത്തിയ ആൾക്കാരാണ് തന്നെ ചതിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഓർത്തപ്പോൾ ഗോവിന്ദന് സമനില തെറ്റുന്ന പോലെ തോന്നി. പിന്നെയും ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് പോവേണ്ടതുണ്ട്, എന്തെങ്കിലും ആവശ്യമുണ്ടോ, അതോ എനിക്ക് കുറച്ച് കഴിഞ്ഞ് വന്നാൽ മതിയോ എന്ന് ചോദിക്കുകയാണ്. കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ നോക്കിക്കോളാം. പിന്നെ അറിയാലോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ, എത്രയും പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടിയുമ്പോൾ സർജറി ചെയ്യണം, അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറയണം. ഇതെല്ലാം കഴിച്ചപ്പോൾ ഡോക്ടറോട് പറഞ്ഞു, എന്ത് വേണം ഡോക്ടർ ചെയ്തോ, എൻ്റെ അതിനൊപ്പം ഞാനുണ്ടാവും, ഒരു പ്രശ്നം ഒന്നും ഉണ്ടാവരുമെന്ന് പറഞ്ഞ് ഡോക്ടറോട് വാക്ക് മേടിച്ചിട്ടാണ് ഗോവിന്ദ് അവിടെ നിന്ന് പോരുന്നത്. കാരണം എത്രയും പെട്ടെന്ന് ഗീതുവിൻ്റെ അരികിലേക്ക് എത്തണം. അപ്പം അവിടെ എന്തായെന്ന് അറിയത്തില്ല. പിന്നീട് ഗോവിന്ദ് ഗീതുവിനെ വിളിക്കുന്നുണ്ട്. ഗീതുവിനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പം ഗീതു പറഞ്ഞു, ഞാനിവിടെ നിന്ന് പോന്നു കേട്ടോ, അറിയാലോ എത്രയും പെട്ടെന്ന് തന്നെ എത്തണം,
ഞാൻ ചിലപ്പോൾ അങ്ങോട്ട് ചെന്നറിഞ്ഞ ഉടനെ തന്നെ കിഷോർ ആലിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. എൻ്റെ ജീവൻ അപകടത്തിലാണ്. അതിനേക്കാളും ഉപരിയായിട്ട് വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല, അവന്റെ സ്വഭാവം ആയതുകൊണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യണം, ഉടനെ വരണം എന്നൊക്കെ പറയുന്നുണ്ട്. നീ പേടിക്കണ്ട, ധൈര്യമായിട്ട് പൊക്കോ, ഞാനും അജാസും കൂടെ വരുന്നുണ്ടെന്ന് പറയണം. അങ്ങനെ ഗീതു ആ ധൈര്യത്തിലാണ് പോകുന്നത്. ഈ സമയത്തും ഗോവിന്ദിന്റെ ഉള്ളിൽ ആന്തലുണ്ടായിരുന്നു. പക്ഷെ വിജയലക്ഷ്മിനെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും അപ്പൊ ഗോവിന്ദ് പറഞ്ഞില്ല. കാരണം അവൾക്ക് ഇനിയിപ്പോൾ ടെൻഷൻ ആയാലോ, ഇപ്പോഴവൾ അറിയണ്ട അതിനെക്കുറിച്ചൊന്നും. പിന്നെ പതുക്കെ സാവധാനം പറഞ്ഞാൽ മതി, ഒരുപക്ഷെ അവൾക്ക് സഹിക്കാൻ കഴിയുന്നത് വരില്ല. ഈ സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരുൺ നേരെ രാധികാമ്മയുടെ അടുത്തേക്ക് ഇല്ലാണ്. രാധികാമ്മയുടെ അടുത്ത് നിന്ന് ചെന്നിട്ട് പറഞ്ഞു, ദേ അവൾ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയണം. ഞാൻ കിഷോറിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടെന്ന് പറയാം. ഈ സമയം രാധികാമ്മ പറഞ്ഞു, ഇന്നത്തോടു കൂടി അവളുടെ കാര്യത്തിലൊരു തീരുമാനമാക്കണം. അവളുടെ അഹങ്കാരത്തിനുള്ള പണിയാണ് കിട്ടാൻ പോകുന്നത്. സുവർണ അവിടെ നിന്ന് വീഡിയോ പിടിച്ചോളും കിഷോറും ഗീതുമായിട്ടുള്ള. പിന്നെ അതിന് ശേഷം വേണം നമുക്ക് അങ്ങോട്ട് ചെല്ലാൻ. നമ്മൾ അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് നമുക്ക് അവനെയും കൂടെ വിളിക്കണം, ഗോവിന്ദനെ. അവനെയും കൂടെ വിളിച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കണം. കയ്യോടെ അവളെ പൊക്കണം. എങ്കിൽ മാത്രമേ ഇനി അവളുടെ കള്ളത്തരങ്ങളൊക്കെ പൊളിച്ചെടുക്കാൻ പറ്റുള്ളൂ. കോടതിയിൽ നമുക്ക് കിട്ടാൻ പോകുന്നൊരു സുപ്രധാനമായ തെളിവാണിത്. ഈ തെളിവ് വെച്ച് വേണം കോടതിയിൽ അവൾക്കെതിരെ വാദിക്കാനായിട്ട്, അവരെ രണ്ടുപേരും പിരിക്കാനായിട്ടെന്ന് പറയാണ്. വരും പറഞ്ഞു, ഇതെങ്ങനെയൊക്കെ നടന്നാൽ മതിയായിരുന്നു. എവിടെയായാലും എന്തെങ്കിലും ഒരു ഫാൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ അറിയാലോ, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ധൈര്യമായിട്ടിരിക്കുക. അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞാനും ചെയ്തിട്ടുണ്ടെന്ന് രാധികാമ്മ പറയണം. പിന്നീട് വരുൺ സുവർണനെ വിളിക്കുന്നുണ്ട്. സുവർണനെ വിളിച്ചിട്ട് ഗീതുന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എത്രയും പെട്ടെന്ന് നീ അങ്ങോട്ട് പോകണം, അറിയാലോ ഞാൻ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറയണം. സുവർണ പറഞ്ഞു, ഇതൊന്നും ഓർത്തിട്ട് വരുൺ സാറ് പേടിക്കണ്ട, എല്ലാ കാര്യങ്ങളും ഓക്കെയാ. ഈ സുവർണയുടെ കർണത്തടിച്ചവളാ അവള്. അന്ന് മുതൽ ഞാൻ ഓങ്ങി വെച്ചേക്കുന്ന അവൾക്കൊരു പണി കൊടുക്കാനായിട്ട്. അതിന് പറ്റിയൊരു അവസരം ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. ഈ അവസാനം ഞാൻ മുതലാക്കൂന്ന് പറയണം. ഈ സമയത്ത് ഗീതു ഇതൊന്നും അറിയാതെ പോയിക്കൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ കിഷോർ റോഡ് ഗീതുവിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. അങ്ങനെ പോകുന്ന സമയത്ത് കിഷോർ കണ്ടു ഗീതുവിന്റെ സ്കൂട്ടി പോകുന്നത്. കിഷോർ എന്ത് ചെയ്യുവാണ്, കിഷോർ അതിനെ ഫോളോ ചെയ്യുവാണ് ഗീതു പോയ പുറകെ. അപ്പൊ ഗീതുവിന് സംശയം ഉണ്ടായിരുന്നു കിഷോർ വരും. കാരണം അറിയാം താൻ അങ്ങോട്ട് പോയിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയം തന്നെ രാധികാമ്മയെ വരുണും വിളിച്ചു പറയുമെന്നും അറിയാം. തന്നെ അപായപ്പെടുത്താനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇങ്ങോട്ട് അവരാരെങ്കിലും വരുമെന്ന് നല്ല ഉറപ്പുണ്ടായിരുന്നു ഗീതുവിന്. അപ്പൊ ഗീതു അതിനുള്ള ഇതൊക്കെ ആയിട്ടാ ഗീതു പോകുന്നത്. എപ്പോഴും വെള്ളം എന്ത് സംഭവിക്കാമെന്ന് ഗീതുവിന് അറിയായിരുന്നു. അങ്ങനെ ഗീതു ചെന്ന് കഥയൊക്കെ തുറന്ന് അകത്ത് കയറി. അകത്തൊക്കെ കയറിയിട്ട് അവിടെ എല്ലാം തുടച്ചൊക്കെ ഒന്ന് വൃത്തിയാക്കണം. അടുത്ത ദിവസം രഞ്ജുവിനെ കൊണ്ട് താമസിപ്പേണ്ട ഇങ്ങോട്ടാണല്ലോ. അപ്പൊ അതിനുവേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്താണ് കിഷോർ അങ്ങോട്ട് വരുന്നത്. കിഷോർ നമ്മൾ വാതിൽ ചാരി ഇട്ടിട്ടുള്ളൂ, വാതിൽ പൂട്ടിയിരുന്നില്ല. ഗീതുവിന് അറിയായിരുന്നു ഗീതു മനഃപൂർവ്വം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കാണിക്ക തന്ത്രങ്ങളല്ലേ, അതുകൊണ്ട് ഗീതു കഥ ഒന്നും പൂട്ടിയിരുന്നില്ല. അങ്ങനെ ഗീതു ആ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കിഷോർ അങ്ങോട്ട് വരുന്നത്. ഗീതു പെട്ടെന്ന് ഞെട്ടി തിരിഞ്ഞു നോക്കുമ്പോഴത്തേന് പുറകെ കിഷോർ. പെട്ടെന്ന് കിഷോറിനെ കണ്ടിട്ട് ഗീതുവിനൊരു ഞെട്ടലുണ്ടായി. കാരണം ഇവന്റെ സ്വഭാവം അത്ര ശരിയല്ല എന്ന് ഗീതു നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഗീതുവിന്റെ അടുത്തേക്ക് കിഷോർ വരുവാണ്. കിഷോർ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഗീതു ചോദിച്ചു, എന്താ കിഷോർ നീ എന്താ ഇവിടെയെന്ന് ചോദിക്കുവാണ്. ഇത് കേട്ടപ്പോഴത്തേനും കിഷോർ പറഞ്ഞു, ഞാൻ എന്തിനാ വന്നതെന്ന് നിനക്ക് അറിയില്ലല്ലേ. എന്റെ കുറെ കാലത്തെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ബാംഗ്ലൂർ വെച്ച്. അന്ന് എനിക്ക് എന്റെ ആഗ്രഹം സാധിക്കാൻ പറ്റില്ല. പക്ഷേ ഇന്ന് ഞാൻ ആ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്നു. ഇത് കേട്ടപ്പോഴത്തേനും ഗീതു, കിഷോറെ നീ മര്യാദയ്ക്ക് പോകുന്നുണ്ടോ, അല്ലെങ്കിൽ ഉണ്ടല്ലോ ഞാനിപ്പം ഗോവിന്ദനെ ആരെയും വിളിക്കൂന്ന് പറയണം. നീ ആരെ വിളിക്കാനാ, നീ ആരെയും വിളിക്കാൻ പോകുന്നില്ല. വിളിക്കാനായിട്ട് നീ ഇവിടുന്ന് പോയിട്ട് വേണ്ടേ വിളിക്കാനായിട്ട്. ഇന്ന് നീ കിഷോറിന്റെ സ്വന്തം ആകൂടി, പിന്നെ എന്ന് നീ എന്റേതായിരിക്കും. എനിക്കറിയാം നീയും ഗോവിന്ദമാധവൻ തമ്മിൽ ഇതുവരെയായിട്ടൊരു ഭാര്യ ഭർത്ത ബന്ധം ഉണ്ടായിട്ടിരുന്നു. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഈ കിഷോർ ഇത്രയും കാലം കാത്തിരുന്നത് എന്തിനു വേണ്ടി എന്നറിയോ, നിനക്ക് വേണ്ടി മാത്രമാണ് കാത്തിരുന്നത്. ആ ഒരു അവസരം എനിക്ക് വീണ് കിട്ടിയിരിക്കുന്നു പറയണം. ഇത് കേട്ടതും ഗീതു ധൈര്യം സംഭരിച്ച് ഗീതു പറഞ്ഞു, കിഷോറെ നീ കളിക്കുന്ന തീക്കളി ഓർത്തോ, അടുത്തേക്ക് വരില്ലെന്ന് പറയണം. അങ്ങനെ അടുത്തേക്ക് വരില്ലെന്ന് പറഞ്ഞ് ഗീതു പുറയിലേക്ക് പോയി കഴിയുമ്പത്തേനും ഫ്ലവർ വേസ് ഗീതുവിന്റെ കൈകൊണ്ട് തട്ടി അത് താഴേക്ക് വീണ് പൊട്ടുവാണ്. ഗീതുവിനൊരു ഞെട്ടലുണ്ടായി. ദൈവം ഈ സമയത്തേനും ഗോവിന്ദേട്ടൻ വന്നില്ലെങ്കിൽ പണി മുഴുവൻ പാളൂലോ, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഗീതു ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ എന്തേലും പറഞ്ഞു ഇവനെ ഒന്ന് പിടിച്ചു നിർത്തിയേ പറ്റുള്ളൂ. കുറെ സമയമെങ്കിലും ഇവന്റെ വേസ്റ്റ് ആക്കണം, എന്നിട്ട് കാര്യമുള്ളെന്ന് മനസ്സിലായി. പെട്ടെന്ന് കിഷോർ പറഞ്ഞു, നീ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചേ? നീ ഒന്ന് ഭീഷണിപ്പെടുത്തി കഴിയുമ്പോൾ ഞാനങ്ങ് ഇട്ടിട്ട് ഓടുന്നു. അതൊക്കെ വെറും ധാരണ മാത്രമായിരുന്നില്ലേ. നിന്നെ മനഃപൂർവ്വം കൊടുക്കാനായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. നിനക്കറിയാവോ എന്റെ പുറയിൽ ആരൊക്കെയാണെന്ന് നിനക്കറിയാവുന്ന ചോദിക്കുകയാണ്. നിന്റെ ശത്രുക്കൾ തന്നെ എൻ്റെ ഒപ്പം ഉള്ളത്. നിന്നെ കൊടുക്കാനായിട്ട് നിന്റെ ശത്രുക്കൾ എന്നോടൊപ്പം ഉണ്ടെന്ന് പറയാണ്. ഇത് കേട്ട് ഗീതുവിൽ പ്രത്യേകിച്ച് ഞെട്ടലൊന്നും ഉണ്ടായില്ല. ഗീതുവിനറിയാം രാധികാമ്മയെ വരണം കിഷോറിനോടൊപ്പം അറിയാം. അത് മാത്രമല്ല കിഷോർ പറഞ്ഞു, നിന്റെ അച്ഛനുണ്ടല്ലോ, നിന്റെ അച്ഛൻ ഭദ്രന്, നിന്റെ അച്ഛനും എന്നോടൊപ്പം ഉണ്ടെന്ന് പറയണം. ഗീതു പറഞ്ഞു, എനിക്കറിയാമായിരുന്നു ഈ കാര്യങ്ങളൊക്കെ, ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാന്ന് പറയാണ് ഞാനും നടന്നേന്ന് പറയാണ്. പെട്ടെന്ന് ഗീതു പറഞ്ഞു, നീ അവസരവാദിയാടാ. കാരണം നീ ഇതിനു മുമ്പ്
അപർണയാനെ ചതിച്ചു. ഇപ്പൊ വീണ്ടും വേണ്ട എന്നെ ചതിക്കാണ്ട് നീ വന്നിരിക്കുവല്ലേ? നീ എന്നെ ചതിച്ച കാര്യം ഞാൻ കൂടുതൽ പറയണ്ടല്ലോ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കിഷോർ പറഞ്ഞു, ചതിച്ചെന്നാ? ആരാരെ ചതിച്ചെന്നാ? ശരിക്കും ചതിച്ച നീ എന്നെ ചതിക്കുവല്ലേ ചെയ്തത്? നീ ഒരുത്തന്റെ ഭാര്യയായി പോയി, എന്നിട്ടോ സുഖ ജീവിതം അങ്ങ് നയിച്ചു. പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു ചോദിക്കുവാണ്. ഇത് കേട്ടതും ഗീതുവിനും കൂടെ പ്രാന്തായിപ്പോയി. ഗീതു പറഞ്ഞു, എന്താടാ പറഞ്ഞേ? നിനക്ക് വേണ്ടി ഞാൻ മറ്റൊരുത്തന്റെ ഭാര്യയായിട്ട് ഞാൻ കാത്തിരുന്നോളാം. എന്നിട്ട് നീ ചെയ്തതോ? നീ ചെയ്ത അപർണയ്യനെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുമല്ലായിരുന്നോ? ഒന്നും എന്നോട് പറയാതെ. അവസാനം ഞാൻ അറിഞ്ഞപ്പോ എല്ലാം വൈകിപ്പായിരുന്നു. പിന്നീട് നീ എന്നെ കൊണ്ട് നശിപ്പിച്ച് ഇല്ലാതാക്കാനോടെ ശ്രമിച്ചേ. ആ ചതിയനായി നിന്നെ ഞാൻ പിന്നെയും വിശ്വസിക്കണോ? നിന്റെ കൂടെ വരണം. അതിന് ഈ ഗീത രണ്ടാമതും ജനിക്കണമെന്ന് പറയണേ. ഇത് കേട്ട് കഴിഞ്ഞാൽ കിഷോർ പറഞ്ഞു, അതെ കിഷോർ ആണെന്ന് ആരാന്ന് ഇപ്പോഴും നീ മനസ്സിലാക്കിയിട്ടില്ല. ഇന്ന് ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ രണ്ടിലൊന്നും അറിഞ്ഞിട്ട് തന്നെ പോകുന്നുള്ളൂ. ഇന്നത്തോടു കൂടി നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായെന്ന് പറഞ്ഞുകൊണ്ട് കിഷോർ ഗീതുവിന്റെ അരിയിലേക്ക് എഴുമ്പത്തേനും ഗീതു എന്ത് ചെയ്യണം? അവിടുന്ന് ഓടാണ്ട് തുടങ്ങണം. അപ്പൊ കിഷോർ, നീ എവിടം വരെ ഓടും? ഈ വീട്ടിൽ നീ എത്ര കിടന്ന് ഓടിയെന്ന് പറഞ്ഞാൽ ആരും ഇങ്ങോട്ട് വരാൻ പോകുന്നില്ല, നിന്നെ രക്ഷിക്കാനും പോകുന്നില്ല. നിനക്ക് ഇവിടെ നിന്ന് ഒരു രക്ഷയില്ലെന്ന് പറയാണ്. ഇനിയിപ്പോ ഫോൺ വിളിച്ച് പറയാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആരാന്ന്, ഈ കിഷോർ ആരാന്ന് നീ അറിയൂന്ന് പറഞ്ഞ് പുറയിലേക്കൊന്ന് തോക്കം കൊടുത്തിട്ട് അവിടെ കാണിക്കുകയാണ്. ഇത് കണ്ടോ ഗീതയുടെ ഞെട്ടലുണ്ടായി. ഗീതു പെട്ടെന്ന് മുകളിലേക്ക് കയറി ഓടുവാണ്. കിഷോർ പുറകെ പോവാണ്. പെട്ടെന്ന് ഗീതുവിന്റെ ഉള്ളിലൂടെ എത്രയും പെട്ടെന്ന് ഗോവിന്ദേട്ടനൊന്നും വന്നാൽ മതി എന്ന് ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത്. നമ്മൾ കാണാൻ പോകുന്നത് നാളെ കൃത്യസമയത്ത് തന്നെ ഗോവിന്ദ് അങ്ങോട്ട് വരും. അതോടൊപ്പം തന്നെ രാധികാമ്മയും വരണം. രാധികാമ്മയുടെ വരുന്ന കള്ളത്തരൊക്കെ അവിടെ വിസാനെ പൊളിച്ചെടുക്കാൻ പോവാണ്. അപ്പൊ ഇനി ഓരോ ദിവസങ്ങളും നല്ല നല്ല അടിപൊളി വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാതോർത്തിരിക്കാം കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.